സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 14 ജില്ലകളിലും ചൂടുയരും. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിൽ 40 ഡിഗ്രിയും കോഴിക്കോടും കണ്ണൂരും 38ഉം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ചൂട് ഉയരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും പാലക്കാട് അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഈ ഹീറ്റ് വേവ് എന്ന് പറയുന്ന ഉഷ്ണതരംഗം എന്ന് പറയുന്നത് പാലക്കാടാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. പക്ഷേ തുടർച്ചയായി ഇവിടെ ഉഷ്ണതരംഗം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ലക്ഷ്മി, തീർച്ചയായും ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ചൂട് വിവിധ മേഖലകളിൽ, വിവിധ ജില്ലകളിൽ ചൂട് കൂടുതലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതൊരു ഉഷ്ണതരംഗത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് കടക്കുന്നതിനെയാണ് ഈ ഉഷ്ണതരംഗമെന്ന് പറയപ്പെടുന്നത്. നിലവിൽ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൊല്ലം, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയർന്നിരിക്കുന്നു. മാത്രമല്ല മറ്റ് ജില്ലകളിൽ, അതായത് മറ്റ് ജില്ലകളിലെല്ലാം സമാനമായ സ്ഥിതിയിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയരുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായേക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പല മുന്നറിയിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ ജനുവരി മുതലാണ് സംസ്ഥാനത്ത് ചൂട് കൂടി തുടങ്ങുന്നത്. ജനുവരി അവസാനം മുതൽ തുടങ്ങിയ ചൂട് ഘട്ടം ഘട്ടമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യം പാലക്കാട്, കൊല്ലം ജില്ലകളിലായിരുന്നു ചൂട് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അത് പിന്നീട് മറ്റ് ജില്ലകളിൽ കൂടി ഇത്തരത്തിൽ വ്യാപിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന സാഹചര്യത്തിലേക്ക് ചൂട് ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ 3 ജില്ലകളിൽ ഉഷ്ണതരംഗത്തിലേക്ക് മാറുകയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതലായി ഇപ്പോൾ പറയപ്പെടുന്നത്, ജാഗ്രത പാലിക്കണമെന്ന് പറയപ്പെടുന്നത് പാലക്കാട് ജില്ലകളിൽ തന്നെയാണ്. നമുക്കറിയാം, പാലക്കാട് ജില്ല സ്വാഭാവികമായിട്ടും ചൂട് കൂടുതലുള്ള മേഖലയാണ്. മാത്രമല്ല കൊല്ലം ജില്ലയിൽ പുനലൂർ ആണ് ഏറ്റവും കൂടുതൽ ചൂട് ഉയർന്നു നിൽക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മറ്റ് ജില്ലകൾ, തൃശ്ശൂർ, അതുപോലെ തന്നെ ജില്ലകളിലെ തന്നെ വിവിധ മേഖലകളടക്കം ചൂട് ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ കിടപ്പ് രോഗികളടക്കം, അതുപോലെ തന്നെ ഗർഭിണികളടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഈ പുറംപണിയിൽ ഏർപ്പെടുന്നവർ, അതിൽ തൊഴിലുറപ്പ് പണിയും അതുപോലെ തന്നെ മറ്റ് പുറംപണിയിൽ ഏർപ്പെടുന്നവരെല്ലാം സൂര്യാഘാതം ഏൽക്കാതെ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഇടവിട്ട സമയങ്ങളിൽ വെള്ളം കുടിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ചൂട് കടുത്ത നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ്. മറ്റ് ജില്ലകളിലും ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ ഒരു മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റ് വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സൂര്യാഘാതം ഏൽക്കാതെ നോക്കണം. അതുപോലെ തന്നെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ട് പതിക്കാതിരിക്കാനുള്ള പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഇത് ഈ ഹൃദയാഘാതം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കാരണം, അതുപോലെ മരണം വരെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യവും ഈ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പ്രശാന്ത്, നല്ല വെയിലാണ് നിൽക്കുന്നത്. സമയം 2:30 ആയിട്ടുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം നിർദ്ദേശിച്ചിരിക്കുന്ന സമയമാണ്. എന്തായാലും പ്രശാന്ത് വിവരങ്ങൾ നൽകി അത് വ്യക്തമായിട്ടുണ്ട് എന്താണ് ആ സാഹചര്യം എന്നുള്ളത്. പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് അരുൺ ആലത്തൂരുണ്ട്. അത് ഏറ്റവും പുതിയൊരു വാർത്ത, സൂര്യാഘാതമേറ്റ് മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വയോധികയായ ലക്ഷ്മിയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ സൂര്യാഘാതമാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. അരുൺ, ഈ ചൂടിനെക്കുറിച്ച് എന്തായാലും വാർത്ത അരുൺ നൽകാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഏറ്റവും പുതിയ സൂര്യാഘാതമേറ്റൊരു മരണം എന്നുള്ളൊരു ദുഃഖകരം അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നത്. പാലക്കാട് ഇപ്പോൾ എന്താണ് സാഹചര്യം? ഈ 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നുള്ളതായിരുന്നല്ലോ മുന്നറിയിപ്പുകൾ. ലക്ഷ്മി, പാലക്കാട് ഈ ഒരു ചൂട് ഇപ്പോൾ 41 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുകയാണ്. ഇന്നലെ 41 ഡിഗ്രിയിലേറെ സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ തന്നെയാണ് ഈ സൂര്യാഘാതമേറ്റൊരു മരണവും ഉണ്ടായിരിക്കുന്നത്. എലപ്പുള്ളി സ്വദേശിയായ ലക്ഷ്മിയാണ് മരിച്ചത്. ഇന്നലെ ഇവരെ ഈ എലപ്പുള്ളിയിലെ ഒരു കനാലിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ സൂര്യാഘാതമാണോ മരണകാരണം എന്നൊന്നും വ്യക്തമായിരുന്നില്ല. ഇത്തരത്തിൽ 90 വയസ്സായതുകൊണ്ട് തന്നെ പ്രായാധിക്യം കൊണ്ടും മറ്റോ കൊഴിഞ്ഞു വീണതായിരിക്കാം എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് സൂര്യാഘാതം ഏറ്റിട്ടാണ് ഈ 90 വയസ്സുകാരിയായ ലക്ഷ്മി എന്ന വയോധിക മരിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും സൂര്യാഘാതം ഏറ്റ് ഇത്തരത്തിൽ മരണങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പാലക്കാടാണെങ്കിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം
3 പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഈ ഇത്തരത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആളുകളിൽ ധാരാളമായി നിർജ്ജലീകരണം സംഭവിക്കുന്നു. അത്തരത്തിൽ ആളുകൾ കൊഴിഞ്ഞു വീഴുകയും അതല്ലാതെ സൂര്യാഘാതമേറ്റ് പൊള്ളലേറ്റുള്ള മരണങ്ങളൊക്കെ ഇങ്ങനെ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ്. പുത്തനൂരിലെ ഒരു സമാന രീതിയിൽ ഒരു 70 വയസ്സുകാരൻ മദ്യപിച്ചിട്ട് അദ്ദേഹം വെയിലത്ത് കിടന്നിരുന്നു. തുടർന്ന് അദ്ദേഹവും ഈ ചൂടേറ്റ് മരിക്കുന്ന സാഹചര്യം പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചൂട് കൂടുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ജീവഹാനിയും ആളുകൾക്ക് ബുദ്ധിമുട്ട് അതാണ് അരുൺ. കാരണം വേനൽ മഴയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ തുടർച്ചയായി കിട്ടാത്തത് ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ്. ശക്തമായി കിട്ടുന്നുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത് ഈ മഴ അങ്ങോട്ട് തോർന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചൂട് പിന്നെയും ഉയരുന്ന ഒരു താപനില പിന്നെ ഉയരുന്നൊരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിർജ്ജലീകരണം മൂലമുള്ള പലവിധ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അരുൺ പറഞ്ഞ പോലെ ജീവഹാനി വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. പക്ഷേ സാംക്രമിക രോഗങ്ങളും പടരുന്നുണ്ടെന്നുള്ള മഞ്ഞപ്പിത്തമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അരുൺ തുടരണേ. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ശ്രീ ശേഖർ കുര്യാക്കോസ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടോ? ശ്രീ ശേഖർ കുര്യാക്കോസ്, സൂര്യാഘാതമേറ്റ് പാലക്കാട് ഒരു വയോധിക മരിച്ചു എന്നുള്ള ഏറ്റവും പുതുതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ്. 90 വയസ്സുള്ള വയോധികയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമാണ് കാരണം എന്ന് മനസ്സിലാക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി സർ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, മുന്നറിയിപ്പുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ചൂട് എങ്ങനെയെങ്കിലും ഒരു മാസം കൂടി തള്ളി നീക്കിയേ സാധിക്കുകയുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാലാകും നമുക്ക് സുരക്ഷിതരായി ഇത് കടക്കുക എന്നുള്ളതാണ്, ഈ ഒരു സമ്മർ സീസൺ കടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഉഷ്ണതരംഗം അഥവാ ഇപ്പോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് താപതരംഗം എന്ന മുന്നറിയിപ്പാണ്. ചൂട് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പാണ്. കേരളത്തിൽ ഉഷ്ണമാണ് പ്രശ്നം, ചൂടും അതുപോലെ തന്നെ അന്തരീക്ഷ ഊഷ്മാവും ഒരേപോലെ പ്രശ്നമാണ്. അപ്പോ പാലക്കാട് പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ കൊല്ലം പോലെ ഒരു സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചാൽ തൃശ്ശൂരിനും കൊല്ലത്തിനും കടലുമായുള്ള സാമീപ്യമുണ്ട്. അന്തരീക്ഷത്തിലെ ഊഷ്മാവിന്റെ അളവ് കൂടുതലാണ് പാലക്കാടിനെ അപേക്ഷിച്ച്. അപ്പൊ ഈ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ വേണം നമ്മൾ ഇതിനോട് ഒരു സമീപനം സ്വീകരിക്കാൻ. പാലക്കാട് ചൂട് നേരിട്ട് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ഈ പ്രത്യേകിച്ചും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് വെയില് ചൂട് നേരിട്ട് ഏൽക്കാത്ത രീതിയിൽ തന്നെ മാറി നിൽക്കേണ്ടതുണ്ട്. ഈ 3 ജില്ലകളിലും നമ്മൾക്കറിയാം ഉഷ്ണതരംഗ അല്ലെങ്കിൽ താപതരംഗ സാധ്യത നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഔദ്യോഗികമായി 25-26 തീയതികളിലാണ് ആദ്യമായി ഈ കുറെ വർഷങ്ങളിൽ താപതരംഗം സ്ഥിരീകരിച്ചത്. അപ്പോ നിലവിൽ ആളുകൾ വ്യക്തിഗതമായ സുരക്ഷയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തൃശ്ശൂരും കൊല്ലവും ഒക്കെ പോലെയുള്ള തീരദേശ സ്ഥലങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വിയർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ശരിക്കും ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത്. ചൂട് ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയല്ലേ സാധാരണ അനുഭവപ്പെടുന്നത്, തന്നെ ഇപ്പോൾ വളരെ കൂടുതലാണ്. നമുക്ക് അതിലും അധികമായി അസ്വസ്ഥത വരും എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പോ അത് തീരദേശ ജില്ലകളിൽ അതേ സമീപനമല്ല വ്യക്തി സുരക്ഷയിൽ പാലക്കാട് എടുക്കേണ്ടതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ഈ കൊല്ലമൊക്കെ പറഞ്ഞപ്പോഴാണ് സാറിന്റെ ഇങ്ങനെ ഈ ഒരു സംശയം ചോദിച്ചത്. അതെ. അപ്പൊ നമ്മൾ കാണേണ്ടുന്നത് ഈ ഉഷ്ണം എന്നത് നമ്മൾ വീട്ടിനുള്ളിലിരുന്നാലും നല്ല രീതിയിൽ നമ്മൾ ശുദ്ധജലമൊക്കെ കുടിച്ച് തണുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിലെ നമ്മൾക്ക് ഭയങ്കരമായി തന്നെ ആ ഒരു പുഴുക്കൽ അനുഭവപ്പെടും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾക്ക് ചെയ്യേണ്ടി വരും. പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ മൊത്തത്തിൽ തന്നെ ചൂട് കുറയ്ക്കുക, ആ ചൂട് കുറയ്ക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും അയഞ്ഞ വസ്ത്രങ്ങൾ, ലൈറ്റ് കളേർഡ് വസ്ത്രങ്ങൾ ധരിച്ചേ നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ ഇറങ്ങാവുള്ളൂ. കുട ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് മാത്രമല്ല കുടയ്ക്ക് പ്രാധാന്യം, ഈ വേനൽക്കാലത്തും ഉണ്ട്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം. ചായ മുതലായവ ഒഴിവാക്കാൻ ശ്രമിക്കുക. എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ തണ്ണീർ പന്തലുകളൊക്കെ പല സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു റുട്ടീനായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് പലയിടത്തും. ഇപ്പോൾ പൊതുസമൂഹത്തിന് കൂടുതൽ ശുദ്ധജലം ലഭ്യമാക്കാനുള്ള വഴിയോരങ്ങളിലൊക്കെ നടന്നു പോകുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ശരീരം തണുപ്പിക്കാൻ ഒരു
ചെറിയ പന്തലും വെള്ളവും കിട്ടുന്ന സാഹചര്യം പൊതുസമൂഹം ഒരുക്കി കൊടുക്കേണ്ടി വരും. പക്ഷേ കിട്ടുന്നത് ശുദ്ധജലമാണോ എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ടല്ലോ അല്ലെ? കാരണം ഈ താപനില വ്യതിയാനം അന്തരീക്ഷത്തിലുള്ളത് കൊണ്ട് ഈ രോഗാണുക്കളുടെ എണ്ണവും കൂടുതലാണല്ലോ. സാംക്രമിക രോഗങ്ങൾ, ഡെങ്കിപ്പനിയൊക്കെ പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ വാങ്ങി കുടിക്കും, പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന വെള്ളം ശുദ്ധമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ്. അതെ, ഉത്തരവാദിത്വത്തോടുകൂടി ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മളുടെ പൊതുസമൂഹം ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുള്ളവരാണല്ലോ. കേരളത്തിൽ നമ്മൾ തിളപ്പിച്ചാറ്റാതെ വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പൊതുവിൽ തന്നെ ഇല്ല. പക്ഷെ നമ്മൾ കാണേണ്ടുന്നത്, ഒരു വ്യക്തി ഒരു മാർക്കറ്റിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്നായിരിക്കും ഇതുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് തന്നെ അയാളുടെ ശരീരം തണുക്കാനും കുറച്ച് വെള്ളം കിട്ടാനുമുള്ള അവസ്ഥയുണ്ടെങ്കിൽ പലപ്പോഴും ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടും. ഈ മരണം പോലെയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഒരു പ്രത്യേകത നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ വർഷം ഇത്രയും ചൂട് കൂടിയപ്പോഴും നമ്മൾക്ക് പൊതുവിൽ ഈ വാർത്താമാധ്യമങ്ങൾ ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയം മുതൽ ഇതുവരെ നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 500-അടുപ്പിച്ച് കേസുകളാണ് സർക്കാർ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ചെറുതായിട്ട് ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പൊ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഇനിയും സ്ഥിരീകരിച്ച് കിട്ടേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കണം മരണം ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായി. 2010 ഇതല്ലായിരുന്നു അവസ്ഥ. 10,000-കണക്കിന് ആളുകൾക്ക് ചൂടുണ്ടായ അവസ്ഥയുണ്ട്. അപ്പൊ കേരളത്തിൽ ഇതൊരു പുതുമയല്ല. എന്നാൽ ഈ സവിശേഷ സാഹചര്യത്തിൽ ഇനിയും നമ്മൾക്ക് ഒരു മാസം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് മെയ് 15 കൂടിയാണ് നമ്മൾക്ക് കുറച്ചും കൂടി ഒന്ന് സുഖകരമായ കാലാവസ്ഥ എത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കാണേണ്ടുന്നത്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ മാസത്തെ അവലോകന യോഗത്തിലും ദേശീയ തലത്തിൽ കേരളത്തിൽ ഈ താപതരംഗ സാധ്യത ഇല്ല എന്നതായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ താപതരംഗം അവർക്ക് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇത് തന്നെ കാണിക്കുന്നത് കേരളത്തിലെ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ഞങ്ങൾ ഇപ്പൊ തന്നെ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉഷ്ണതരംഗം എന്ന ഒരു സാഹചര്യത്തെ നിർവചിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർ എക്സ്പെരിമെന്റലായി അത് ആരംഭിച്ചിട്ടുമുണ്ട്. ഹീറ്റ് ഇൻഡെക്സ് എന്ന സംവിധാനം ഞങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2021 പുറപ്പെടുവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ ഇപ്പൊ എക്സ്പെരിമെന്റലായി അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ ചെയ്യാവുന്നത് പരമാവധി 11 മണി മുതൽ 3 മണി വരെ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, മൃഗങ്ങളെ ദയവായി ഈ ചൂടത്ത് കെട്ടിയിടാതിരിക്കുക. അവർക്ക് തണല് നമ്മളെ പോലെ തന്നെ ആവശ്യമുണ്ട്.